കുറച്ച് ആൾക്കാർ അങ്ങനെ ഭയപ്പെടുന്നുണ്ട് ആണുങ്ങൾ മേക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ ക്യാരക്ടർ മാറും, അല്ലെങ്കിൽ അവർക്ക് മീശയും താടിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയും പോലെ അങ്ങനൊന്നും ഇല്ല. ഒന്നെന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ, പിന്നെ പാർവതി, പിന്നെ ചക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വളർച്ച. ഒരാൾ അന്നത്തെ ദിവസം എന്തോ ഒരു ആക്സിഡൻ്റ് ആയിട്ട് പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോട്, എടാ നീ വന്ന് നിൽക്കി, നിനക്ക് ഇത്ര രൂപ തരാം. 2026 2027 എനിക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് വെഡിങ്സിന്. അസിസ്റ്റൻ്റ് ആയിട്ട് വന്ന ഒരു പയ്യൻ ഉടനെ, വികാസെ ഒന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുതും, ഐബ്രോ ഒക്കെ ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. എൻ്റെ ഭാര്യനെ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തെങ്കിൽ അത് എനിക്കൊരു ഭാഗ്യമാണ്. നമുക്കൊരു 10-50 ലക്ഷം രൂപയിൽ കൂടുതൽ എന്തായാലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില ഉണ്ടാവും. മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് കണ്ണാടി നോക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം. അപ്പോൾ അത് ഐ വാസ് വാച്ചിങ്. ഒരിടത്തുനിന്ന് കടം വാങ്ങിച്ച്, മേക്കപ്പ് പ്രോഡക്റ്റ് കടം വാങ്ങിച്ചിട്ട് ഞാനത് ഷൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഷൂട്ട് അന്ന് ഭയങ്കര ഒരു വൈറൽ ഷൂട്ടായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുന്നത്. അപ്പോൾ അതൊരു സഡൻ ഇൻസിഡൻ്റ് ആണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസാണ്. വെൽക്കം. നമസ്കാരം. ഒരു വർഷം മുൻപാണ് ജയറാമിൻ്റെ മകൾ മാളവികയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. ഇപ്പോൾ ഒരു വർഷം ആവാൻ പോവാണ്. എങ്കിലും ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു മാളവികയ്ക്ക് ചെയ്ത ആ മേക്കപ്പും 4-3 രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവരുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധവും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്കുള്ളൊരു കടന്നുവരവൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം ഷെറിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫാമിലിയാണ്. ഇപ്പം നമ്മൾ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാൻ മലയാള സിനിമയിൽ ബെസ്റ്റ്, നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പം ആ ഫാമിലിയുടെ ഏറ്റവും വലിയൊരു ഫങ്ഷനിൽ എനിക്കൊരു ചെറിയ പാർട്ടാവാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ എന്നും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഇന്നും ഞാൻ ഒരുക്കിയിട്ട് വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞ, ചേട്ടാ എനിക്ക് ലൈക്ക് മാളവികയുടെ ലുക്കിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര അഭിമാനവുമാണ്, അതൊരു ഭാഗ്യവുമാണ്. പിന്നെ ജയറാമൻ്റെ ഫാമിലി ഭയങ്കര നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. പാർവതി ചേച്ചി ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയുമ്പോഴും എപ്പോഴും സന്തോഷം ഭയങ്കര കൂടുതലാണ്. അവരുടെ ആ ഒരു ബന്ധം ഞാനൊക്കെ എൻ്റെ വീട്ടിലും പറയും, അവരെ പോലെ നമുക്ക് നല്ലൊരു ഫാമിലി ആകണം എന്നുള്ളത്. അത് തന്നെയാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇപ്പം 1 ഇയർ ആവാൻ പോകുന്നു. മറ്റന്നാളാണ് ആ കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറി. ഇപ്പം എനിക്ക് ഇമാക്കിൻ്റെ അവാർഡിന് ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ മാളവികയുടെ അതിന് കിട്ടിയിട്ട്. അപ്പം അതും ഒത്തിരി സന്തോഷം തന്നെയാണ്. അവരുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള വർക്ക് കിട്ടിയത്? വർക്ക് കിട്ടിയത് എനിക്ക് തിരുവനന്തപുരത്ത് ഇവരുടെ ഒരു ഫാഷൻ ഷോ, പാർവതി ചേച്ചിയും മാളവികയും കൊണ്ട് നടന്നൊരു ഫാഷൻ ഷോ. അന്ന് ഞാനായിരുന്നു മേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പം അന്ന് എൻ്റെ മേക്കപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ തരുണിയുടെ ഒരു ആഡ് ഷൂട്ടിനൊക്കെ ഞാനായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പാർവതി ചേച്ചി, ഓഫ് കോഴ്സ് നമുക്കൊരു ഭാഗ്യമല്ലേ പാർവതി ചേച്ചിയൊക്കെ ആയിട്ട് ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതെപ്പോഴും ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ, പിന്നെ പാർവതി, പിന്നെ ചക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വളർച്ച. അപ്പം ഇപ്പോഴും ഞാനൊരു മെസ്സേജൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടി, ആ ചേട്ടാ സുഖമാണോ, അതൊക്കെ ഇന്നും ഞാനിപ്പോൾ എൻ്റെ എല്ലാ ബ്രൈഡ്സും നമ്മൾ ഒരു മെയിൻ്റനിങ് ഉണ്ടാവും. എല്ലാ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. എൻ്റെ വിശേഷങ്ങളും അവർ കാണും, അവരുടെ വിശേഷങ്ങളും കാണും. അപ്പം ആ ഒരു മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാ വിശേഷങ്ങൾക്കും. സ്വന്തം വിവാഹത്തിന് ഭാര്യയെ ഒരുക്കിയ ഒരു ആളുകൂടിയാണ് താങ്കൾ. ആ വാർത്തയും ഒരുപാട് ആഘോഷിക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു? ആരുടെ തീരുമാനമായിരുന്നു അത്? അയ്യോ, അതൊരു നിർബന്ധമേ അല്ലായിരുന്നു. എൻ്റെ വൈഫ് ഇതണക്ക് ഞങ്ങൾ വെഡിങ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. മേക്കപ്പിന് ഇന്ന ആളെ ചെയ്യുന്ന ആളെ. അപ്പോൾ അവൾ ഭയങ്കര പർട്ടിക്കുലറാണ്. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ വേറൊരാളിനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ വിളിക്കാൻ വെച്ചിരിക്കുന്നത് എന്നെയാണ്, മേക്കപ്പിന് വിളിക്കുന്നത് എന്നെയാണ്, വേറൊരാളാണെങ്കിൽ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഓപ്ഷൻസും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് എപ്പോഴും കല്യാണത്തിന് 2-3 ദിവസം മുമ്പ്, പക്ഷേ നിങ്ങൾ എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വാസ് നൈസ്.
അപ്പോൾ ഞാൻ പറയേ അത് നടക്കത്തില്ല, കാര്യം നമ്മൾ ഭയങ്കര അങ്ങനെയൊന്നും ചെയ്തുകൂടാന്നുള്ളൊരു കോൺസെപ്റ്റ്, ചെക്കൻ ചെയ്തുകൂടാന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെഡിങ്ങിന് ബുക്കും ചെയ്തു. പക്ഷേ ഫസ്റ്റ് ലുക്ക്, അത് ടെമ്പിൾ ലുക്ക് കഴിഞ്ഞപ്പം എല്ലാവരും നിൽക്കുന്ന സമയത്ത് എനിക്കൊരു തോന്നൽ, എൻ്റെ ഭാര്യനെ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തെങ്കിൽ അത് എനിക്കൊരു ഭാഗ്യമാണ്, അതും ഗുരുവായൂർ ആണ് എന്നുള്ളൊരു വിചാരത്തിൽ പെട്ടെന്ന് ഞാനായിട്ട് തന്നെ അങ്ങനെ ഒരു ഒട്ടും പ്ലാൻഡേ അല്ല. ഞാൻ എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ കസിൻസൊക്കെ ഓക്കെ, ഞാൻ പറയുന്ന കണക്ക് നമ്മൾ ചായക്കടയിൽ പോയാൽ ചായക്കടയിൽ ബന്ധുക്കൾ വന്ന് ചായ കൊടുക്കുന്ന കണക്ക് ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവരെല്ലാവരും ഇച്ചിരി ഒന്ന് ടച്ചപ്പ് ചെയ്യും. ഞാൻ ആ ഒരു ഹറിബറിയിൽ നിൽക്കുമ്പോൾ ഞാൻ വെച്ച് ഓക്കെ എന്തായാലും എല്ലാവർക്കും ചെയ്യുന്നു, പിന്നെ എൻ്റെ വൈഫിനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് ലുക്ക് ഞാൻ ചെയ്തതാണ്. പക്ഷെ അത് ഇത്രയും കയറി ഇങ്ങനെ വരുന്നൊട്ടും അത് കാര്യം നമ്മുടെ ഒരു ആഗ്രഹം ചെയ്തതാണ്. പക്ഷെ അത് എന്തോ ദൈവം സഹായിച്ച് അത് ഒത്തിരി പേര് സംസാരിച്ചു അതിനെക്കുറിച്ച്. തിരുവനന്തപുരം ജില്ലയിൽ അത്യാവശ്യം നല്ലൊരു സാഹചര്യത്തിൽ, കുടുംബ സാഹചര്യത്തിൽ ജീവിച്ചു വളർന്ന ആളാണ് വികാസ്. പഠിച്ചത് BBA ആണ്. മറ്റൊരു രീതിയിൽ പോകേണ്ട ഒരാളായിരുന്നു. എങ്ങനെയാണ് മേക്കപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്? എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഇന്നാണെങ്കിൽ ഇന്നലെ വരെയും ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകും എന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് വർക്കലയിലാണ് ജനിച്ചിരുന്നത്. ഞാൻ BBA കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി, അന്ന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെയൊക്കെ ഒരു പീക്ക് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തന്നെ അബോഷ്, ആയുഷ്, അങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നും ഞാൻ GCCയിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു, സേഫ്റ്റി ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ഒരു ലൈഫിനൊരു ചേഞ്ച് ആയിട്ടാണ് ഞാൻ മേക്കപ്പിലോട്ട് വന്നത്. അപ്പോൾ ഒട്ടും ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുന്നത്. അപ്പോൾ അതൊരു സഡൻ ഇൻസിഡൻ്റ് ആണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? ശരിക്കും ബേസിക് ആയിട്ട് മേക്കപ്പിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ആ ടൈമിൽ? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകും എന്ന് ചിന്തിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമെന്ന് വിചാരിച്ചില്ല. കാര്യം നമ്മുടെ മൈൻഡിൽ ഒരിക്കലും ഇല്ലായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, നമ്മുടെ മൈൻഡിൽ ഇല്ലായിരുന്നു, അറിയത്തതും ഇല്ലായിരുന്നു. എനിക്ക് മുമ്പ് ഞാൻ മേക്കപ്പ് ആവുന്നതിന് മുമ്പ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കില്ലേ, അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഫോർ ദ സർവൈവിങ്, നമുക്ക് കാശിന് നമുക്കൊരു ജോലി വേണം, നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. ഇപ്പം ഒരു പക്ഷേ ഞാനൊരു ചാനലിൽ അന്ന് കോർഡിനേഷൻ, ഈ നമുക്ക് എന്താ പറയുക, ഓഡിയൻസ്, ഇപ്പം ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഓഡിയൻസിനെയൊക്കെ വേണമല്ലോ. അപ്പോൾ ഓഡിയൻസ് കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ഒരു ചാനലിൽ ചെന്നതാണ്. അപ്പോൾ ആ ചാനലിൽ ചെന്നപ്പോൾ ഇപ്പം ഇവിടെ ഉള്ളത് കണക്ക് തന്നെ ചാനലിൽ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരാൾ അന്നത്തെ ദിവസം ഒരു ആക്സിഡൻ്റ് ആയിട്ട് പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോട്, എടാ നീ വന്ന് നിൽക്കി, നിനക്ക് ഇത്ര രൂപ തരാം, ബിക്കോസ് അവർക്ക് ജസ്റ്റ് കാണിച്ചാൽ മതി, തല കാണിച്ചാൽ മതി, ഇത്രയും പേര് ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ എനിക്ക് ഇങ്ങനൊന്നും അറിയില്ല, നമ്മൾക്ക് മേക്കപ്പ് ഒന്നും, അത് സാരമില്ല, നീ വന്ന് ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. അപ്പം അവിടെയും ഒക്കെ ഞാൻ ആലോചിച്ച് എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇവർക്കും ഒരു ഉപയോഗമാവട്ടെ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഞാൻ അവിടെ ചുമ്മാതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തലയെണ്ണാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ ഞാൻ അവിടെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ നിന്നപ്പോഴത്തേക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് കണ്ണാടി നോക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം. അപ്പോൾ അത് ഐ വാസ് വാച്ചിങ്, ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിൽ പോയിട്ട് മേക്കപ്പ്, അവിടെ ഭയങ്കര സിമ്പിളാണ്, ചാനലിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്താൽ മതി. അപ്പം അത് ഞാനിങ്ങനെ പിറ്റേ ദിവസം യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് ഞാൻ ആ പഠിച്ചതെല്ലാം പിറ്റേന്ന് വന്നിട്ട് ഐ സ്റ്റാർട്ട് ലൈക്ക് അതിങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. നമ്മളിങ്ങനെ ഈ യൂട്യൂബിൽ കാണുന്നതൊക്കെ നമ്മൾ വിചാരം നമുക്ക് അതങ്ങ് ചെയ്യാൻ പറ്റും, ഇറ്റ് വോണ്ട് കം. പക്ഷേ എങ്കിലേ അന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 10 പേരെയൊക്കെ കിട്ടുക. അപ്പൊ അവര് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നീ ഒന്നും ചെയ്യണ്ട, നീ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. പക്ഷെ ഞാൻ ഐ വാസ് ട്രൈങ് ടു ഹെൽപ്പ് ദം. അപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും പോയി അവൻ്റെ അടുത്ത് ഇരുന്നു, കുറച്ച് സമയം സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറയും. പക്ഷെ ഞാനത് ഇങ്ങനെ ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത്. അപ്പോൾ പ്രായമുള്ള അമ്മമാരൊക്കെ വന്നിട്ട് അവരൊക്കെ ഭയങ്കര സന്തോഷം, എടാ നീ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കാരണം എനിക്ക് തോന്നി ഇത് കൊള്ളാം, പ്രൊഫഷൻ കൊള്ളാം. അങ്ങനെ ഞാൻ പിന്നെ മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു, കൂടുതൽ അറിയാൻ തുടങ്ങി. ഞാനപ്പോൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഒരാളിനെ ചെയ്യുമ്പോൾ തെറ്റ് വരും, അടുത്ത ആൾ വന്ന് എൻ്റെ ചെറിയ ഇരിക്കുമ്പോൾ ആ തെറ്റ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം
ഓരോ ദിവസവും ഓരോ ദിവസത്തിൽ തന്നെ ഓരോ മണിക്കൂറും കഴിയുമ്പോൾ ഐ ഓൾസോ വാച്ച് മീ, ലൈക്ക് ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കൊള്ളാം, ചെയ്ത് ഇമ്പ്രൂവ് ആവുന്നു മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. ഈ ചാനലിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള ജോലിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെച്ചത് എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ അവിടുത്തെ ചാനൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു ആൾക്ക് ഇത്ര ദിവസം വയ്യാതെ ഇരുന്നപ്പം ഞാൻ നിന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് തന്നെ കോണ്ടാക്ട്സ് കിട്ടി. ഇപ്പം നമ്മുടെ റസ്ന പവിത്രൻ എന്നും പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഈ അറിയില്ല. അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു അങ്കിൾ എന്നെ അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ട് ഹി ആസ്മി ലൈക്ക് നല്ല മേക്കപ്പ് ആണല്ലോ, പുള്ളിക്കാരിയുടെ വരാൻ പറ്റും. ഞാൻ പുള്ളിയുടെ വിചാരം ഞാൻ എന്തോ വലിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നാണ്. പക്ഷെ ഞാനൊന്നുമല്ല. അപ്പൊ ഞാൻ കിട്ടിയ ചാൻസ് ഞാനൊന്നും അല്ലെന്ന് പറഞ്ഞ് കളയാൻ പോയില്ല. ഞാൻ പറഞ്ഞു അങ്കിൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ, പിന്നെ നമുക്കിപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഇല്ല കയ്യിൽ. എന്നിട്ടും ഞാൻ ഒരിടത്തുനിന്ന് കടം വാങ്ങിച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് കടം വാങ്ങിച്ചിട്ട് ഞാനത് ഷൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ആ ഷൂട്ട് അന്ന് ഭയങ്കര ഒരു വൈറൽ ഷൂട്ടായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്. അതിനുശേഷം ഈ കുറെ മാഗസീൻസിൽ ഒക്കെ വന്നിട്ട് റസ്നേനെ തന്നെ മാഗസീൻ വിളിക്കുമ്പോൾ റസ്നോനെ വികാസിനെ വിളിച്ചോളാം. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു ദിവസം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി. ദെൻ പല മാഗസീൻസിലും നമുക്ക് ചാൻസസ് വന്നു. അപ്പൊ നമ്മള് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മളൊരു പങ്ക് എടുത്തിട്ട് പ്രോഡക്റ്റ് വാങ്ങും. ബിക്കോസ് പ്രോഡക്റ്റ് കടമായിട്ട് വാങ്ങിച്ചാണല്ലോ. അപ്പൊ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ പ്രോഡക്ട്സ് വാങ്ങും, അത് നന്നായിട്ട് അപ്ലൈ ചെയ്യും. നല്ല ഫീഡ്ബാക്ക്, ഞാൻ മാക്സിമം ആൾക്കാരുടെ ഫീഡ്ബാക്ക്, നല്ലപോലെ ആൾക്കാരുടെ ബന്ധം, കമ്മ്യൂണിക്കേഷൻസ് ഞാൻ മീറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ആ ഒരു എങ്ങനെ ചാനലിൽ നിന്ന് ഞാൻ പുറത്തു വന്നെന്നുള്ളത് അവിടെ ആണ് വരുന്നത്. ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? കുറച്ച് വിപുലമായി ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് അത്തരത്തിലൊരു ഇതിലേക്ക് പോവുകയായിരുന്നു? ബ്രൈഡൽ മേക്കപ്പ് എങ്ങനെയോ വന്നതാണ്. ഇത് കണക്ക് ഇങ്ങനെ ഷൂട്ടിങ് സമയത്ത് തന്നെ ഓരോരുത്തരുടെ സ്റ്റൈലിസ്റ്റും ഡിസൈനേഴ്സിനെയൊക്കെ പരിചയപ്പെടും. അങ്ങനെയാണ് എനിക്ക് ബ്രൈഡൽ മേക്കപ്പുകൾ വന്ന് തുടങ്ങുന്നത്. അപ്പം നമ്മൾ വരമ്പരം നമ്മൾ ആ ഒരു ക്വാളിറ്റി അവിടെ കാണിച്ചുകൊണ്ട് പിന്നെ അത് ഒന്നീന്ന് മൗത്ത് പബ്ലിസിറ്റിയിലോട്ട് അത് പോയി. പിന്നെ സോഷ്യൽ മീഡിയാസ് ഭയങ്കരമായിട്ട് നമുക്ക്, എൻ്റെ സോഷ്യൽ മീഡിയയും ദൈവം സഹായിച്ചു നല്ലപോലെ. ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയയിലൊന്നും ഒരു ഫേക്ക് ആയിട്ടുള്ള ഇപ്പം ഫോളോവേഴ്സോ അങ്ങനെ ഒന്നും നമുക്കില്ല. അപ്പം എല്ലാം ഇപ്പം എൻ്റെ ആര് ഫോളോ ചെയ്യുന്നത് അത് ജെന്യുവിനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഈ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ജോലി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും വളരെ ഭയങ്കരമായിട്ട് അന്തരമുള്ള കാര്യമാണല്ലോ. അത് എങ്ങനെയായിരുന്നു അത്? ഞാൻ ജനിച്ചതൊക്കെ, എൻ്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു. ഒരു 35 വർഷത്തിൽ കൂടുതൽ അച്ഛൻ പ്രവാസിയാണ്. ഞങ്ങളും കുറേ നാൾ പഠിച്ചതുമൊക്കെ അബ്രോഡിലൊക്കെ ആയിരുന്നു. പിന്നെ നാട്ടിൽ വന്നു, സ്കൂളിങ്ങൊക്കെ ഇവിടെയായിരുന്നു. ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്നാണ് അപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടവും നമ്മൾ അബ്രോഡ് ഇപ്പം GCCയിലൊക്കെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഇഷ്ടവും. ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ലൈഫാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പറയാം അതാണെന്ന്. കാരണം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് റിസ്കുകളൊന്നുമില്ല, ടെൻഷൻസ് ഒന്നുമില്ല. വർക്ക് ചെയ്യുക, രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി, അത് കഴിഞ്ഞ് റൂമിൽ വരിക, സൂപ്പറായിട്ട് വീട്ടിലും നാട്ടിലും ഒക്കെ ബന്ധുക്കളെയും ഫോൺ ചെയ്ത് ഇരിക്കാം, ഫാമിലി ആയിരുന്നു നോക്കാം. അതാണ് ഏറ്റവും നല്ലൊരു ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഏറ്റവും സുഖമുള്ളൊരു ജോലിയാണ് അത് കേട്ടോ. ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ആ ഒരു സുഖം നമുക്കിവിടെ കിട്ടില്ല. ഇപ്പം ഞാനിവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം ഫുൾ ടൈം ഓട്ടമാണ്, അവിടെ ഓട്ടോ ഇവിടെ ഓട്ടോ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഈ വിഷുവിന് എനിക്ക് വീട്ടിലുണ്ടായിട്ടില്ല, ഓണത്തിന് നമുക്ക് വീട്ടിലുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ ഓട്ടോ ആയിരിക്കും. പക്ഷെ ഗൾഫിലാകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ ഓണത്തിനും എല്ലാ വിഷുവിനും പറ്റുന്നില്ലെങ്കിലും നമുക്കിതെല്ലാം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. അത് പ്രവാസികൾക്കുള്ളൊരു സുഖമുള്ളൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് എനിക്കിപ്പം നഷ്ടമായി. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് എനിക്ക് എൻ്റെ ഭാഗ്യം തന്നെയാണ്. അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ രണ്ട് തന്നെയാണ്. ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫിസിക്കലിയും ഒക്കെ നല്ല വെയിലത്തൊക്കെ പോയി നിൽക്കണം. ഒരുപാട് പേപ്പർ വർക്ക്സ്, ഇപ്പം ഞാനൊക്കെ പേപ്പർ വർക്ക്സിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ജോബിൽ നിന്ന് മേക്കപ്പിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറേ ലൈം ലൈറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. എങ്കിലും നമുക്ക് ഇപ്പം ലൈം ലൈറ്റിലോട്ട് ദൈവം സഹായിച്ച് വരുന്നുമുണ്ട്. അപ്പം ആ രണ്ട് രീതിയാണ്. ഒരെണ്ണം
രണ്ടും ആദ്യം ഞാൻ വിചാരിച്ചു ഇത് സ്വപ്നമാണ്, പക്ഷെ ഇപ്പം അറിയാം സ്വപ്നമല്ല, റിയാലിറ്റി തന്നെയാണ്. അപ്പൊ രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. മറ്റേതും എനിക്ക് ഇഷ്ടമാണ്, അത് നഷ്ടമായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ കിട്ടിയത് നമുക്ക് ഭാഗ്യം തന്നെയാണ്. ഒരു കാര്യം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റായ സെലിബ്രിറ്റിയായ വികാസിനെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നും അല്ലായിരുന്ന ഒരു സമയം വികാസിനുണ്ടായിരുന്നു. ആ സമയത്ത് വികാസ് ആരായിരുന്നു, എന്തായിരുന്നു ശരിക്കും? ആ വികാസ് നല്ലൊരു വികാസമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളായിരുന്നു. ലൈക്ക് എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഞാൻ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തിരുന്നു. ആദ്യം ഞാൻ ഇതെനിക്ക് അബുദാബിയിൽ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതെനിക്കൊരു കല്യാണം കഴിച്ചിരുന്നു. ഇതെല്ലാം വാസാണ്. അപ്പം ആ ഒരു സമയത്തിന് നമുക്ക് ഒരുപാട് ബിസിനസ് ഫ്ലോപ്പായി, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിലോട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് ഫാമിലി ലൈഫിലും ബിസിനസ് ഫ്ലോപ്പായപ്പോൾ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായി. അതാണ് ഞാൻ. അപ്പം ആ ഒരു പ്രോബ്ലം ഉണ്ടാകുമെങ്കിലും നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോഴും നല്ലപോലെ ജീവിക്കണം, വീട്ടിൽ അമ്മേനെ നോക്കണം. ഇപ്പം എനിക്ക് ഒരു 10 വർഷത്തിൽ കൂടുതലായി അച്ഛൻ നമുക്ക് നഷ്ടമായിട്ട്. അപ്പം പിന്നെ അമ്മയെ നോക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ട്. അതെല്ലാം ഓവർടേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പം രംഗത്തുണ്ട്. പക്ഷെ പുരുഷന്മാർ വളരെ കുറവാണ്. താങ്കളെപ്പോലെയുള്ള ആളുകളാണ് കൂടുതലായും ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളായിട്ട് ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീപക്ഷം എന്ന് കരുതിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരു പുരുഷൻ എന്ന നിലയിലേക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസവും ഈ രംഗത്ത് പുരുഷന്മാർ നേരിടുന്ന ഒരു വെല്ലുവിളിയും ഒക്കെ എന്താണ്? ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതിനു ശേഷം ഞാൻ എപ്പോഴും ആലോചിക്കും, പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന ഒരു പ്രയോഗം, ഇപ്പൊ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമെങ്കിലും പണ്ട് നമ്മൾ പറഞ്ഞ പ്രയോഗം മേക്കപ്പ് മാൻ ആയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം പണ്ട് മുതലേ മേക്കപ്പ് മാൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലായിരുന്നിട്ടുണ്ടാവണം മേക്കപ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ. പിന്നെ അതെപ്പോഴോ ലേഡീസിലോട്ട് വന്നതാണ്. പക്ഷെ ആ കാലഘട്ടത്തിലും എനിക്ക് തോന്നിയിരുന്നു പല ഇപ്പം പട്ടൺ റഷീദ് സാറിനെ പോലെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മെയിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഞാനായിരുന്നിട്ടുണ്ടാവും ആക്റ്റീവ്, അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് വന്നത്. അല്ലാതെ അല്ല, ഈ ഒരു മേഖലയിൽ അങ്ങനെ പ്രത്യേകിച്ച് എത്തിപ്പെട്ടപ്പം നമുക്ക് കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട്. ഒത്തിരി പേര് ഇപ്പം ആദ്യം കാലത്തൊക്കെ ആൾക്കാർക്ക് ഭയമാണ്, അയ്യോ ആണുങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യൂ, അങ്ങനെ ചില ആൾക്കാർക്ക് അത് പേടിയായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ മുന്നിൽ ആരും വന്നിട്ട് നമ്മളെ ഒന്ന് ചേട്ടാ നമുക്കൊരു പ്രശ്നമുണ്ട്, അങ്ങനെ ജെൻസ് ആയതുകൊണ്ട് പ്രശ്നം, അങ്ങനെ ഒന്നും. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഗ്രൂപ്പിൽ എന്തായാലും ഒരു ലേഡി ഉണ്ടാവും. അപ്പം ഏതൊരു പെൺകുട്ടിക്കും കംഫർട്ട് ആകുന്ന രീതിയിൽ മാത്രമേ നമ്മളായിട്ട് തന്നെ പറയും. വീട്ടിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു കുട്ടീനെ നമ്മളാണ് മേക്കപ്പ് ചെയ്യാത്തത്. അത് അവരുടെ കൂടെ കംഫർട്ട് സോൺ ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ ഇത്രയും റെപ്യൂട്ടേഷനോടുകൂടി നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരുപാട് പേരുണ്ട്, ഞാൻ മാത്രമല്ല, പല എനിക്കിപ്പം ഒത്തിരി പേര്, ഞാൻ തുടങ്ങിയ സമയത്തിന് ഒത്തിരി ജെൻസൊക്കെ ആൺകുട്ടികൾ എന്നെ വിളിക്കും, ചേട്ടാ നമ്മളെ വീട്ടിൽ നിന്ന് മേക്കപ്പിന് പഠിക്കാൻ സമ്മതിക്കുന്നില്ല, നമുക്ക് കുറച്ച് ആൾക്കാർ അങ്ങനെ ഭയപ്പെടുന്നുണ്ട്, ആണുങ്ങൾ മേക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ ക്യാരക്ടർ മാറും, അല്ലെങ്കിൽ അവർക്ക് മീശയും താടിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയും പോലെ അങ്ങനൊന്നും ഇല്ല. ഞാൻ എങ്ങനെയാണോ നോർമൽ ലൈഫ് അങ്ങനെ തന്നെയാണ് ഞാൻ മേക്കപ്പിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് മേക്ക് ഓവർ ചെയ്യാറില്ല. എൻ്റെ രീതി, ഞാൻ ഒരു മുഖത്തൊരു ക്രീം പോലും ഇടത്തില്ല. അപ്പൊ മേക്കപ്പ് ചെയ്യുന്നത് നമ്മളെ കണ്ടിട്ടാവണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മളെ ആൾക്കാർക്ക് വിളിക്കാം. അതിന്റെ ഏറ്റവും നല്ലൊരു തെളിവ് തന്നെയാണ് ഞാൻ. ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, അതുപോലെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയ ഒരു നോർമൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടോ? എനിക്കങ്ങനെ ഇപ്പം ബ്രൈഡൽ മേക്കപ്പിൽ വരുന്ന സമയത്തിന് ഞാൻ ഒരിക്കലും സെലിബ്രിറ്റി ആണോ കോമൺ പീപ്പിൾ ആണോ എന്നൊരു തോട്ട് നമുക്കില്ല. നമുക്ക് ഇന്ന് ഒരാൾ വിളിക്കുമ്പോൾ തന്നെ ഒരു ഡേറ്റ് ഉണ്ടോ? ഉണ്ട്. ഇപ്പം എനിക്ക് ഒരുപാട് സെലിബ്രിറ്റി വെഡ്ഡിങ്സ് എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പം അവര് വിളിച്ചിട്ട് വികാസ് തന്നെ വരണം എന്ന് പറയാം. അപ്പം ഞാൻ പറയും, അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം നിന്റെ കല്യാണം, എന്നാണ് ഡേറ്റ്?
ആ ശരി മോളെ സോറിടാ ഞാൻ ഓൾറെഡി ബുക്ക്ഡായി. അപ്പൊ അവരെന്തിനും എടുത്ത് ചോദിക്കും ഐഷുവാ, ഞാൻ പറയാം യാ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നടക്കുന്ന ഒരു 70% സെലിബ്രിറ്റി വെഡിങ്സും എനിക്ക് കോൾ വന്നിട്ടുണ്ട്. അപ്പം അത് പക്ഷെങ്കിൽ എനിക്കത് മിസ്സാവുന്നത് ഡേറ്റ് പ്രോബ്ലം കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ഞാൻ ഒരിക്കലും അവിടെ ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആണോ ഒരു കോമൺ പീപ്പിൾ ആണോ എന്നുള്ളൊരു വേർതിരിവ് ഞാൻ കൊടുത്തില്ല. ആർക്കാണോ നമ്മൾ ആദ്യം കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും കൊണ്ട് വയ്യാതെ നമ്മൾ മാറുന്നല്ലാതെ ഒരിക്കലും നമ്മളൊരു വേറൊരാൾക്ക് വേണ്ടി ഞാൻ മാറിയിട്ടില്ല എൻ്റെ വർക്ക്. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ തിരക്കുണ്ടെങ്കിൽ അവർ ഫോട്ടോസ് അയച്ചു തരാൻ പറയും ബ്രൈഡിൻ്റെ. അപ്പം ബ്രൈഡിൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണ് അവർക്കുള്ള ലുക്കും അവർക്കുള്ള മേക്കപ്പും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്യുന്നത്. താങ്കൾ അങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ ബുക്ക് ചെയ്യുമ്പം ആരുടെയും ഫോട്ടോ ഒന്നും ചോദിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ട കാര്യമില്ല. അവർ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഒരു കാര്യവും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ബുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ കോസ്റ്റ്യൂം, ചില കുട്ടികളൊക്കെ കോസ്റ്റ്യൂമും ലുക്കും ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പറയും. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് സലൂണുണ്ട് എറണാകുളത്ത് തന്നെ. ഇപ്പം ഇവിടെ വരുന്ന കുട്ടികൾ നമ്മൾ തന്നെ ഇവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്യും. അല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കോളിലൊക്കെ വഴി നമ്മൾ നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നിട്ട് 70% ബ്രൈഡ്സിനെ ഞാൻ കല്യാണത്തിന് അന്നായിരിക്കും കാണുന്നത്. ഈ പെട്ടെന്ന് ഈ സ്കിൻ ടോൺ ഒക്കെ കാണുമ്പം പെട്ടെന്ന് അത് പിടിച്ചെടുക്കാനും അതിലേക്കുള്ള ഒരു അത് തയ്യാറാക്കാനും ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഏത് സ്കിൻ ടോണിന് വേണ്ട പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ, ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആദ്യം വേണ്ടത് എല്ലാ സ്കിൻ ടോൺസിനുമുള്ള സാധനങ്ങൾ. ആദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലൊരു മേക്കപ്പ് ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഏകദേശം എത്ര പ്രൈസ് ആവും ഇത് മൊത്തം എല്ലാത്തിനും കൂടി? ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് ഭയങ്കര ഒരുപാട് പേര് അത് എടുത്ത് പറഞ്ഞതാണ്. ഇപ്പം നമുക്കൊരു 10-50 ലക്ഷം രൂപയിൽ കൂടുതൽ എന്തായാലും നമ്മുടെ പ്രോഡക്റ്റിന്റെ വില ഉണ്ടാവും. ഇപ്പൊ അറിയാലോ, ഒരു ലിപ്സ്റ്റിക്കിന് പോലും ഏറ്റവും കുറഞ്ഞത് 3500 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും അപ്പൊ ആൾക്കാർ ഈവൻ ഭയങ്കരമായിട്ട് ചുമ്മാ പറയണം. പക്ഷെ നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്നും വേണ്ട, നമ്മൾ കണ്ണിന് വെക്കുന്ന ലെൻസ് പോലും 1500 രൂപയാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു 10-30 എണ്ണം എപ്പോഴും നമ്മുടെ കിറ്റിൽ ഉണ്ടാവണം. കാര്യം എപ്പോഴാണ് ആവശ്യം, ഒരു കുട്ടിക്ക് ഏത് ഷെയ്ഡാണ് വേണ്ടത്, ലെൻസിന്റെ കാര്യമാണ്, ഏത് ഷെയ്ഡാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. നമ്മളിപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് നാളെ അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ്സ് ഒക്കെ നോക്കണം. അത് നമ്മൾ എപ്പോഴും റിഫ്രഷ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. ഈവൻ മേക്കപ്പിൻ്റെ ബ്രഷ് പോലും ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അപ്പം എക്സ്പെൻസീവ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. എന്നാലല്ലേ നമുക്കൊരു വിശ്വാസം. ഇപ്പം ഞാൻ ഒരു കുട്ടീനെ ഒരുക്കിയിട്ട് ആ കുട്ടീനെ രാവിലെ ഞാൻ ഒരുക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ മനസ്സമാധാനത്തോടെ പോകുന്നത് ഞാൻ ഇടുന്ന പ്രോഡക്റ്റിൻ്റെ വിശ്വാസ്യതയാണ്. അപ്പം ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ദാറ്റ് ഈസ് വൈ മൈ മേക്കപ്പ് കിറ്റ് കോസ്റ്റ് ദിസ് മച്ച് ഓഫ് എക്സ്പെൻസ്. നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ വർക്കിലേക്ക് അവരെ ഒരുക്കാൻ വരുന്ന സാഹചര്യത്തിൽ ഈ സ്കിൻ ടോൺ, നമ്മുടെ കേരളത്തിലുള്ള പെൺകുട്ടികളുടെ സ്കിൻ ടോൺ വേറൊരു രീതിയിലാണ്. അപ്പോൾ അവരെ ഒരുക്കേണ്ടതും വേറെ രീതിയിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ പെൺകുട്ടികളുടെ സ്കിൻ ടോണും അതിന് ചേരുന്ന മേക്കപ്പും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്? ഓൾ ഇന്ത്യയിൽ ഞാൻ ഏറ്റവും കൂടുതലും സന്തോഷിക്കുന്നത് നമ്മൾ മലയാളികളുടെ സ്കിൻ ടോൺ കാണുമ്പോഴാണ്. നമ്മുടെ മലയാളികൾക്ക് എല്ലാ സ്കിൻ ടോൺസും ഉണ്ടാവും. അപ്പം ഞാനിപ്പം നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോയി ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി അവർക്ക് കുറച്ച് ഷെയ്ഡ്സിൽ മാത്രം ഒതുക്കി നിർത്താം. പക്ഷെ നമ്മൾക്കെന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ സൗന്ദര്യം എല്ലാ സ്കിൻ ടോണിലും ഉണ്ട്. ഇപ്പൊ ഡസ്കിയിലും ഭയങ്കര സുന്ദരിമാരാണ്, ഫെയർ ആയിട്ടുള്ള കുട്ടികളിലും ഭയങ്കര സുന്ദരിമാരാണ്. അപ്പം എല്ലാ കൈൻഡ് ഓഫ് സ്കിൻ ടോൺസും നമ്മുടെ മേക്കപ്പ് ബോക്സിലും ഉണ്ടാവണം. എന്നാലല്ലേ നമുക്ക് ഈ പറയുന്നതെല്ലാം പുറത്ത് കാണിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴും സ്കിൻ ടോൺ മാറ്റി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതാത് കുട്ടികളുടെ സ്കിൻ ടോണിൽ അവരുടെ ഫേസിൽ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. എൻഹാൻസ് ചെയ്യുമ്പോൾ അതിന് കോണ്ടൂർ വഴിയും ഷാർപ്പ്നെസ് കൊടുത്തും ഫേസിന്റെ വണ്ണം കുറച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഞാൻ എന്നും എക്കാലത്തും മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ഉത്തരം അത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടം വരെയും പെൺകുട്ടികൾ പറഞ്ഞിരുന്നത് എനിക്ക് വെളുക്കണം, എന്നെ വെളുപ്പിച്ച് കാണിക്കുന്ന മേക്കപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പിന്നെ കുറേ അധികം മാറ്റങ്ങളുണ്ടായി. എല്ലാവരും അവരവരുടെ സ്കിൻ ടോൺ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി അതൊരു റെവല്യൂഷൻ തന്നെയായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ ഞങ്ങളുടെ സ്കിൻ ടോൺ, ഇപ്പം സ്കിൻ വിസിബിൾ ആയിട്ട് തന്നെ നമ്മളെ മേക്കപ്പ് കാണണം എന്ന് പറയുന്നത് ഏറ്റവും ധൈര്യമാണ്. ഇപ്പം ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതില്ലാത്തതും ഉണ്ട്. അത് നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഓരോ കുട്ടികളുടെ മനസ്സാണ്.
ഇപ്പം എനിക്ക് കുറച്ചൊന്ന് ഫെയർ ആയിട്ടിരിക്കണം, എൻ്റെ സ്കിന്ന് കാണണം, ഇത് ഓരോരുത്തരുടെ മനസ്സ്. അപ്പം നമ്മൾക്കും വി ഷുഡ് ഹാവ് ദ നോളേജ് ഫോർ ദാറ്റ്. നമ്മളൊരു റിമോട്ട് കൺട്രോൾ മാത്രമാണ്. ലൈക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ ആ പ്രസ് ചെയ്യുമ്പം ഏത് ചാനൽ വേണം എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ലൈഫ്. എന്താണോ വേണ്ടത് അത് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ ചില കുട്ടികൾ 1 മാല, 2 മാല, ചിലത് 25 മാല. അപ്പം നമ്മൾ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾക്ക് പേഴ്സണലി ചോയ്സ് ഉണ്ടാവും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എൻ്റെ പേഴ്സണൽ ചോയ്സ്. പക്ഷേ എൻ്റെ ക്ലയൻറ്റിൻ്റെ ചോയ്സ് ഇതിലേതാണോ അതിലിപ്പം 2 മാല ഇട്ട കുട്ടീനെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാവോ അത് നമ്മൾ ചെയ്യണം. 25 മാല ഇടുമ്പോഴും ആ കുട്ടി എങ്ങനെ മാലയിൽ മാത്രം കോൺസെൻട്രേഷൻ പോകാതെ ആ കുട്ടിയുടെ ലുക്കിലോട്ട് കൊണ്ടുപോകണം എന്നൊരു ഇതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഈ അടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു കമൻ്റാണ്, അയ്യോ ഇത്രയും സ്വർണ്ണമൊക്കെ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ, ഇത്രയും സ്വർണ്ണം ഇടണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരാളല്ല. ബിക്കോസ് സ്വർണം കുറേ ഒരാൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അയാളുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി സ്വപ്നം കണ്ട ഒരു മൊമെൻ്റാണ്. അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണം ഞാൻ വേണ്ട ഇത് ഇടണ്ട എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ ശരി. അത് എങ്ങനെ ഭംഗിയാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം രണ്ടിനും എനിക്ക് എൻ്റെ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണൽ ഒരു ചോയ്സ് ഉണ്ട്. അത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കുറച്ച് ഒരു കുട്ടിക്ക് നല്ലത് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. അപ്പൊ അവർ പറയുന്ന രീതിയിൽ അത് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വർക്കിന്റെ ഒരു ഇതിലാണല്ലേ ബാധിക്കാറുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇയാൾക്ക് പറഞ്ഞുകൂടെ ഇങ്ങനെ ഇടണ്ടെന്നുള്ള കമന്റ്സ് ഒക്കെ. പക്ഷെ അത് ഞാൻ ആദ്യം ഒന്ന് പറയും, ഇത് മതിയാണ്. പക്ഷെ ചില പർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർക്ക് അത് അത്രയും വേണം. അപ്പൊ അത് നമുക്ക് അവരുടെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ പതുക്കെ സൈലന്റ് ആയിട്ട് ചേച്ചി ഇത് മതിയായിരുന്നു എന്ന് അമ്മേൻ്റെ അടുത്ത് പറയുമ്പോൾ അയ്യോ അതെങ്ങനെയാ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവര് അവസാന നിമിഷം നമുക്ക് പറയാൻ പാടില്ലാത്തത്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ മാല അത്രയും ഇട്ടിട്ട് അതെങ്ങനെ പ്രോപ്പർലി സെറ്റ് ചെയ്യുക, അത് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ വധുവിനെ ഒരുക്കുന്ന കാര്യം ഓക്കെ, അത് നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഗ്രൂമിനെ ഒരുക്കുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗ്രൂമിനെ ഒരുക്കുന്നതും 2 മേക്കപ്പ്. ഇപ്പം നമ്മളിപ്പം ഈ പറയുന്നത് മേക്കപ്പ് ആണെങ്കിലും അതിന് 2 രീതിയാണ്. ഗ്രൂമിന് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഗ്രൂമും ഫേസ് ഗ്ലോ ആകാനോ ഇപ്പം കണ്ണെഴുതാനോ ഒന്നും ആരും പറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം അത് ഭയങ്കര സെറ്റിൽഡ് ആയിരിക്കണം. എന്നാലും അങ്ങനത്തെ കുറച്ച് ഗ്രൂം മേക്കപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ മെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ ഒത്തിരി പേർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനും നമ്മൾ ചെയ്യേണ്ട രീതിയിലോട്ട് പോകണം. ബ്രൈഡ്സിനാകുമ്പോൾ ഭയങ്കരമായിട്ട് ബ്യൂട്ടി എൻഹാൻസ് ചെയ്ത് ഗ്ലോ കൊടുക്കാം, കണ്ണെഴുതാകുമ്പോൾ പിരികം വരയ്ക്കാം, ലിപ്സ്റ്റിക് ഇടാം. ഇപ്പം ജെൻസിന് ഇതെല്ലാം ചെയ്യാം, പക്ഷെ ഇതൊന്നും തിരിച്ചറിയാത്ത രീതിയിൽ. ഈ മേക്കപ്പ് ചെയ്തതിനെ പല ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്? സ്വയം ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഞാനൊരു ഭയങ്കര ക്രിട്ടിസൈസറാണ്. എൻ്റെ തന്നെ മേക്കപ്പിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിസൈസർ ഞാനാണ്. അതുകൊണ്ട് പിന്നെ നാട്ടുകാർ വലുതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ബിഗിനിങ്ങിന് എല്ലാവരും എന്നെ ഒരുപാട് വാഴ്ത്തി, മേക്കപ്പ് അടിപൊളിയാണെന്ന് പറയും സ്റ്റാർട്ടിങ് ടൈം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണ് ദ ബെസ്റ്റ് എന്നും പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിങ്ങനെ നമ്മളതൊരു ഒഴുക്കാണല്ലോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റാണ്. ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് വന്ന ഒരു പയ്യൻ ഉടനെ വികാസെ ഒന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുതും, ഐബ്രോ ഒക്കെ ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ അതുവരെ ആൾക്കാർ എല്ലാവരും നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെയൊക്കെ ഐബ്രോ എങ്ങനെയാണ്. അപ്പോൾ ഐ സ്റ്റാർട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നല്ലതിനാണ്. നമ്മളുടെ കുറ്റം പറഞ്ഞാലല്ലേ നമുക്ക് ആ കുറ്റം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ എല്ലാ ബ്രൈഡിൻ്റെ മേക്കപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ മേക്കപ്പ് എടുത്തിട്ട് ഞാൻ നോക്കും, അയ്യോ ഇത് പ്രോബ്ലം ആണ് കേട്ടോ. അപ്പം ആക്ച്വലി ആർട്ടിസ്റ്റിനെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പം ഒരുപാട് പേര് ആലോചിക്കുക ഇവൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നമ്മൾ വിളിക്കാം. ആക്ച്വലി അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട്സ് ഒക്കെ നടക്കുമ്പോൾ കുറേ എഡിറ്റിങ്സ് ആണല്ലോ. ഇപ്പം ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ടൈം ഞാൻ ചെയ്ത മിസ്റ്റേക്സ് പുറത്ത് കാണുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് 2016. അപ്പം നമ്മൾ പുറത്തത് കാണുന്നില്ല, എഡിറ്റ് ചെയ്ത് ശരിയായി. പക്ഷെ ഞാനത് സ്വന്തമായിട്ട് അത് തെറ്റായിപ്പോയി, അടുത്തതിൽ നമ്മൾ ചെയ്യണം. അപ്പം ഭയങ്കര ഈസിയാണ്. നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം അത് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കും. ഈ ഇന്ന് ഞാൻ ചെയ്ത മേക്കപ്പിന് പോലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യും. വേറെ ആർക്കും അത് അറിയാൻ പറ്റില്ല. പക്ഷേ
ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് അതിന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ സ്ട്രഗിള് ഭയങ്കരമല്ലേ. പക്ഷെ നിങ്ങളെ തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്നവരും ഉണ്ടാവും. അപ്പോൾ ട്രാവലിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ആ ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് നാട് കാണാൻ പറ്റി. ഇപ്പം എനിക്കൊന്നൊരു ഒരു 1 year മുമ്പ് ഒരു US നിന്ന് ഒരു ക്ലയൻറ്റ് വന്നിട്ട് എൻ്റെ സലൂണിൽ വന്നു. അവർ ഭയങ്കരമായിട്ട് അപ്പം US കല്യാണം വരണം. അവർ ആദ്യം ഞാൻ ചോദിച്ചു ചുമ്മാ പറയാനുണ്ട്. അല്ല, അവർ വിസയ്ക്കും എല്ലാം എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ വിസയ്ക്ക് ദേ റെഡി. അപ്പം ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ ഞാൻ അവൈലബിൾ അല്ല, ഓൾറെഡി ബുക്ക്ഡ് ആണ്. അങ്ങനെ പിന്നെ ഇവർ ആഗ്രഹം കാരണം ആ കുട്ടി എൻ്റെ സലൂണിൽ വന്ന് ഞാൻ ബ്രൈഡൽ ലുക്കിൽ ആ കുട്ടീനെ ചുമ്മാ അവർക്കൊരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരുക്കി കൊടുത്തു. അതിപ്പോഴും എൻ്റെ സലൂണിൽ ആ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഞാൻ എനിക്കൊന്ന് റീസെൻ്റ് ഒരു 2-3 മാസം മുമ്പ് ഞാൻ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വ്ളോഗിൽ ഞാൻ കണ്ടു. അവർ US പോയി, അവർ രണ്ടുപേരും കൂടി US പോയി അവരെ ഒരുക്കുന്നതൊക്കെ. പക്ഷേ ഇത് എനിക്ക് വന്നിരുന്നൊരു ചാൻസ്. അപ്പം ഞാൻ ഒരിക്കലും എനിക്ക് വേറെ ഒരാൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി വേറൊരാളിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് നമുക്ക് ലൈഫിലുണ്ട്. അപ്പം എങ്കിലും ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്കിപ്പോൾ വെഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറി ഡേറ്റും കൂടെ ആയപ്പോൾ ഞാൻ വൈഫിനെയൊക്കെ കൊണ്ടുപോയി നമുക്ക് താജ്മഹലൊക്കെ കാണാനൊക്കെ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ട്രാവലിംഗ് വഴി നമുക്കും ലോകം കാണാൻ പറ്റുന്നത് നമുക്കൊരു ഭാഗ്യമാണ്. പിന്നെ സ്ട്രഗിൾ ഈസ് ദെയർ. ഇപ്പം ഞാൻ എൻ്റെ മിക്കവാറും ഒക്കെ ഉള്ള ലോങ് ട്രാവൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്ന് ആയിരിക്കും ചിലപ്പം ദുബായിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ കല്യാണം, പിറ്റേ ദിവസം എനിക്ക് കേരളത്തിലായിരിക്കും, തലേ ദിവസം എനിക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം ഒരിടത്തും എനിക്ക് പോയൊന്ന് നിന്ന് ആ റൂമിൽ കിടന്ന് ഉറങ്ങുക, മേക്കപ്പ് ചെയ്യുക, തിരിച്ചു വരിക, അതാണ് എൻ്റെ ഒരു. ഇപ്പോൾ നമുക്കൊരു എക്സ്പ്ലോഷർ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര. എങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ ലാസ്റ്റ് പോയ സമയത്തിന് എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റി. അതൊരു 3 ഡേയ്സിൽ ഞാൻ പഞ്ചാബ്, ഡൽഹി, ആഗ്ര ഇതെല്ലാം 3 ഡേയ്സിൽ കഷ്ടപ്പെട്ട് കണ്ടിട്ട് വന്നതേ ഉള്ളായിരുന്നു ഡേറ്റ്. പല ആളുകൾക്കും ആഗ്രഹമുള്ളൊരു മേഖലയാണ് സിനിമ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരണമെന്നും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നും തോന്നിയിട്ടില്ലേ? അപ്പം എൻ്റെ കരിയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ സിനിമയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചാനലിൽ നിന്ന് പോയി പിന്നെ ഷൂട്ടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് കോൾസ് ഒക്കെ വന്നത്. അപ്പം തമിഴിൽ എനിക്ക് കുറച്ചധികം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി. അപ്പം അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ എനിക്ക് കേരളത്തിലായാലും ചാനൽസിലായാലും ജുവൽ മേരി, ദുർഗ, അങ്ങനെ കുറച്ച് ആ ഒരു സമയത്ത് എനിക്ക് കുറേ ആർട്ടിസ്റ്റിനെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം അന്നും ഇതൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്നത്തെ സമയത്തിനൊക്കെ. ഈവൻ തമിഴ് ബിഗ് ബോസിലൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അന്നത്തെ ബിഗ് ബോസ് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു ടേൺ ഓവർ ആയിരുന്നു സിനിമ. അപ്പം സിനിമ എനിക്ക് ഒരുപാട് സിനിമ ബന്ധങ്ങളും, എക്സ്പെഷ്യലി തമിഴിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര നല്ല ബന്ധം. നമ്മൾ കുഞ്ഞുനാൾ മുതൽ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ ഭാഗ്യങ്ങളാണുണ്ട്. പിന്നെ നമുക്ക് അവസാനം കേരളം തന്നെ വരേണ്ടി വന്നു. കേരളത്തിൽ നമുക്ക് ഹാപ്പിയാണല്ലോ സ്വന്തം നാട്ടിൽ വരിക, കൊച്ചിയിൽ സെറ്റിൽ ആകുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയ സമയമാണ്. അതുകൊണ്ട് മൂവീസ് ഓൾവേസ്, ഇപ്പൊ പിന്നെ ഞാൻ മലയാളം മൂവിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൂവി ഓൾവേസ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഷെഡ്യൂൾ ഇപ്പൊ എനിക്ക് 2026 2027 എനിക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് വെഡിങ്സിന്. അപ്പം ഈ വെഡിങ് ബുക്കിങ്ങിന്റെ ഇടയിൽ നമ്മളൊരു മൂവി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. വരും അവരുടെ ഡേറ്റ് എങ്ങനെ മാറിപ്പോകുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നേരത്തെ പറഞ്ഞു ഒരുപാട് നല്ല എക്സ്പീരിയൻസ് തമിഴിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം വികാസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ച ആളല്ലല്ലോ ഞാൻ. എനിക്ക് ഈ ഹിസ്റ്റോറിക്കൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ സിനിമാസും അങ്ങനത്തെ മേക്കപ്പും ഒക്കെ. അപ്പം ഞാൻ ഈ അടുത്ത് ഒരു തെലുങ്ക് മൂവിയിൽ ഒരു ആർട്ടിസ്റ്റിന്, നമ്മുടെ മധു മാം, നമ്മുടെ റോജയിലൊക്കെ ഉണ്ടായിരുന്ന മധു മാമിന് എനിക്ക് അപ്സരസായിട്ട്, അതായത് മേനക്കയായിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റി. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസൈനർ നീത ലുല്ലയുടെ കോസ്റ്റ്യൂമിൽ അവർ തന്നെ വന്നിരുന്നു. നീത ലുല്ല ഭയങ്കര ജീനിയസ് ഒരു ആളാണ് ഫാഷൻ ഡിസൈനറിൽ. പുള്ളിക്കാരി വന്ന് എനിക്ക് ഇങ്ങനെ വേണം, എനിക്ക് ഇങ്ങനത്തെ ലുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം മധുമാം ഇപ്പം ഇച്ചിരി ഏജ്ഡ് ആണ്,
ഒരു മിഡിൽ ഏജും കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ അവര് ഒരു 18-20 വയസ്സാണ് അപ്സരസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഏജിലോട്ട് കൊണ്ടുവരിക അവരുടെ, ആൻഡ് ഷീ സ്റ്റിൽ ലുക്കിംഗ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഓക്കെ ആ ഒരു മേക്ക് ഓവർ, ആ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ മേക്കപ്പ് ഊരുമ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ഇനി ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ്, ഇത്രയും വലിയ ആൾക്കാർ, ഈവൻ കോസ്റ്റ്യൂംസിനൊക്കെ ഭയങ്കര ഫുൾ ഡയമണ്ടിലാണ് അവരുടെ ആക്സസറീസ്, തലയിലൊക്കെ വെച്ചിരിക്കുന്നത്, ഡ്രസ്സിൽ വരെ ഡയമണ്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്കിനി നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണല്ലോ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറിൽ അങ്ങനത്തെ ഒരു സെറ്റിൽ പോയി നിൽക്കുക. ഇപ്പം ബാഹുബലി പോലത്തെ ഒരു സെറ്റാണ് അതിനകത്ത് വിട്ടിരിക്കുന്നത്. ഞാനും പറയും, ഞാനിപ്പം ഭൂമിയിലല്ല, ഞാനിപ്പോൾ ഇന്ദ്രലോകത്താണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഊരുക. അപ്പൊ ഞാനും വിഷമിച്ചു. ഞാൻ കൊച്ചിലെ കണ്ട ഒരു സ്വപ്നത്തിന്റെ ഒരു ഭാഗമായി. അപ്പൊ ആ സ്വപ്നം ഇവിടെ വെച്ചിട്ട് എങ്ങനെ തീർന്നു ഈ ഒരു മൊമെന്റ്. ഇനി എനിക്കറിയാം ഞാൻ അങ്ങനെ ഒരുപാട് സിനിമാസിന് ഇനി എനിക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എൻ്റെ റൂട്ട് ഇങ്ങനെ, എൻ്റെ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ കുറച്ച് ഡേറ്റ് മാത്രമുള്ള സിനിമകളെ നമുക്കിനി ചെയ്യാൻ പറ്റും. ഒരു മാക്സിമം ഒരു 5 days ഒക്കെ പറ്റും. എന്നാലും ഞാൻ ഇനി സിനിമ ചെയ്യാൻ ഒരു ചാൻസസും ഇല്ല. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളൊക്കെ സാധാരണ വികാസിനെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? മേക്കപ്പിനെ സംബന്ധിച്ച് എന്ത് ചോദ്യമായിരിക്കും അവർ ആദ്യം ചോദിക്കുക? എന്നെ ഏറ്റവും കൂടുതലും കാണുമ്പം ഇപ്പൊ പറയുന്നത് ഞാൻ ചെയ്ത ചില വർക്ക്സിന്, ഇപ്പം ഇവിടെ വന്നപ്പോഴും നേരത്തെ കണ്ടതുപോലെ ഞാൻ ഇങ്ങനെ ഇന്ന ആളുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു, എൻ്റെ കല്യാണത്തിന് വിളിച്ചാൽ വരുമോ? ഞാൻ പറയാം 100% വരും എന്ന് പറയുന്നതാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പല ഡൗട്ട്സും, ഹെയർ കെയറിനെ കുറിച്ചിട്ടും സ്കിൻ കെയറിനെ കുറിച്ചിട്ടും ലിപ്സ്റ്റിക് ഷെയ്ഡ്സിനെ കുറിച്ചും, എൻ്റെ പല ബ്രൈഡ്സിൻ്റെയും പല ആർട്ടിസ്റ്റുകളുടെയും ലിപ് ഷെയ്ഡ്സ് എന്താണെന്ന് ഒത്തിരി പേര് എന്നോട് ചോദിക്കും. അപ്പം അത്യാവശ്യം പെൺകുട്ടികൾ അറിയേണ്ട ഒരു കാര്യം ലിപ്പിനെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത്. ഇപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം താങ്കൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ കാണുന്ന ആളാണ്. അപ്പം എങ്ങനെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യും. എനിക്ക് ഈ സീനിയർ എന്ന് പറയുന്നതേ ഒരു വിഷമമാണ്. ഒന്ന് പ്രായം കൂട്ടും, പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഇരുത്തുമെന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും, എവറി ഡേ. നമ്മളെപ്പോഴും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വികാസിന് ആരാണ് കോമ്പറ്റീറ്റർ. അപ്പം സീനിയർ ആയിട്ടുള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പേര് അവർ പറയും. എനിക്ക് അവരൊന്നും ഒരിക്കലും കോമ്പറ്റീറ്റർ ആയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ ദിവസം മുതൽ എനിക്കൊരു കോമ്പറ്റീറ്റർ ഫീൽ ഉണ്ടായിട്ടേ ഇല്ല ആരടുത്തൊന്നും. ഇപ്പം എൻ്റെ അടുത്ത് പലരും ഇന്ന ആളുടെ ഡേറ്റ് കിട്ടാനിട്ട് വികാസിനെ വിളിച്ചെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല ആരും. എൻ്റെ ഡേറ്റ് കിട്ടാനിട്ട് പലരെയും വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഇന്ന ആളെ കിട്ടിയില്ല, അതുകൊണ്ട് വികാസ് അങ്ങനെ. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇന്ന ആളാണ് നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പക്ഷേ എനിക്കിഷ്ടം ന്യൂ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോയി ഒത്തിരി പേര് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായി പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പുതിയതായിട്ട് ഇറങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോസും അവരുടെ വർക്ക്സും ഒക്കെ ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെന്തെങ്കിലും പുതിയ ചേഞ്ചസ് കൊണ്ടുവരുമല്ലോ, അത് ഞാൻ നോക്കും. അവിടെ നിന്നാണ് അപ്പം ഞാൻ ഇവള് കൊള്ളാം, ഇവർ ചെയ്തതാണ് നമുക്ക് ഇത്. അപ്പം എനിക്കെന്തോ ഒരു ഭാഗ്യമുണ്ട്, അത് കണ്ടാൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ ഇത് എന്ത് മേക്കപ്പാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ആ സാധനം എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അപ്പം പുതിയ ആൾക്കാരാണ് എനിക്ക് എപ്പോഴും ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവരെ ഞാൻ എൻ്റെ കൂടെ നിർത്തും. ഒരിക്കലും അവരുടെ ഇത് കൊള്ളത്തില്ല, ഇവനൊക്കെ ചെയ്യുന്നത് മോശമാണ് എന്ന് പറയാതെ അവരുടെ ആ ഒരു വാക്കും കൂടെ നമ്മൾ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അത് എടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പൊ അവരൊന്നും കോമ്പറ്റീറ്റർ അല്ല, അവരൊക്കെ നമ്മുടെ അവര് കാരണമാണ് നമ്മൾ നല്ലതായത്, അവര് കാരണമാണ് നമ്മൾ അപ്ഡേറ്റ് ആയത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? എന്ത് തരം മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ബ്രൈഡ്സിനെയും അല്ലാതെയുള്ള വർക്കും ചെയ്യാറുള്ളത്? ഇപ്പം എല്ലാത്തിലും ഇപ്പം ഓരോ 2025 ഇപ്പം എല്ലാ പ്രോഡക്ട്സിന് ന്യൂ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതായിരുന്നു എയർ ബ്രഷ്. ഇപ്പം നമുക്ക് ഒരു ബ്യൂട്ടി മേക്കപ്പിന് വേണ്ട എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പം ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് എയർ ബ്രഷ് ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് ഐ ക്യാൻ ഡു. നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് ഐ ക്യാൻ ഡു. HD ചെയ്യാൻ പറ്റുമോ? നോർമൽ മേക്കപ്പ് ചെയ്യാൻ? എല്ലാം നമ്മൾ ചെയ്യണം. അപ്പം ഓരോ പ്രോഡക്റ്റും നേരത്തെ പറയണൊക്കെ എല്ലാ പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ്
ബേസ് മുതൽ പ്രൈമേഴ്സ് മുതൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ ന്യൂ വെർഷൻസ് കണ്ടുപിടിക്കണം. ഇപ്പം കൊറിയൻ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഈസ് ദയർ. അപ്പൊ അതിന്റെ A to Z അതിനു വേണ്ടിയുള്ളതാണ്. അപ്പം നമ്മൾ തന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ തന്നെ അത് എക്സ്പെരിമെന്റ് ചെയ്യണം. ബിഫോർ നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് ആദ്യം കൊണ്ടുവന്ന് ബ്രൈഡിൻ്റെയോ ആർട്ടിസ്റ്റിൻ്റെയോ മുഖത്ത് എടുത്തില്ല. ഞാനായിട്ട് തന്നെ അത് ട്രൈ ചെയ്യും. നോട്ട് ഇൻ മൈ ഫേസ്, പക്ഷെ ഞാനത് എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളൊരാളിനെ വിളിച്ചിട്ട് നമ്മളത് ട്രൈ ചെയ്തു. എന്നിട്ട് അത് എത്ര നേരം അതിന്റെ പിഗ്മെന്റേഷൻ ഡ്യൂറേഷൻ നിൽക്കുന്നെന്നും നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. എന്നാലല്ലേ ഇപ്പൊ ചില ബ്രൈഡ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ രാവിലെ 5 മണിക്കൊക്കെ റെഡി ആയിട്ട് രാത്രി ആയിരിക്കും ചിലപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ കയറുന്നത്. അപ്പൊ അത്രയും നേരവും ആ മേക്കപ്പ് നിൽക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പക്ഷെ മേക്കപ്പ് ക്യാരി ചെയ്യേണ്ടത് ഒരിക്കലും നമ്മളല്ല. ഞാനിപ്പം ഷെറിനെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്ത് എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വെള്ളത്തിനടിയിൽ ഇപ്പം വാട്ടർ പ്രൂഫ് മേക്കപ്പും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോൾ അതൊന്നും അല്ലാതെ എവിടെയെങ്കിലും പോയി നിൽക്കുക. പിന്നെ ചില കുട്ടികളെ കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ തന്നെ കുറേ ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് വിയർപ്പ് വരുമ്പോൾ വിയർപ്പ് ഒപ്പുന്നതിന് വരെ വിയർപ്പ് തുടയ്ക്കും. അപ്പം ഈ രണ്ടും അപ്പം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇസ് നോട്ട് എ മാജീഷ്യൻ. ആ മേക്കപ്പ് എന്നും നിൽക്കുക. അപ്പം ഓരോരുത്തരും, അത് ആർട്ടിസ്റ്റ് ആവട്ടെ ബ്രൈഡ് ആവട്ടെ, അവർക്ക് ഒരു ഫീലുണ്ട്, ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് നിൽക്കുകയാണ്, ഞാൻ എൻ്റെ മേക്കപ്പിനെ കെയർ ചെയ്യണം, ഞാൻ എൻ്റെ സാരീനെ കെയർ ചെയ്യണം. ചിലർ ഇപ്പം ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാത്തിലും മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബ്രൈഡിനെ മരത്തിലൊക്കെ നിർത്തിയിട്ട് ചാടിക്കുന്ന അവിടുന്ന്. എത്രയൊക്കെയാലും ആ സാരിയുടെ ഷേപ്പ് മാറുമല്ലോ. അപ്പം ബ്രൈഡായിട്ട് നിൽക്കുന്ന കുട്ടി ഞാൻ ബ്രൈഡാണ്, എനിക്ക് എൻ്റെ സാരി കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാവണം. അല്ലാതെ ഞാൻ മറ്റേവർ ഉടുപ്പിച്ചിട്ട് പോയപ്പോൾ അത് ശരിയായില്ല, നോ. അവരുടെ മൈൻഡിൽ ഉണ്ടാവണം, എനിക്ക് ബ്രൈഡ് ആയി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് വേണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴും ഞാൻ അത്രയ്ക്കും കെയർ ചെയ്യണം എന്നുള്ളൊരു ബോധം അത് അവരെ കയ്യിൽ തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞു, അതുപോലെ ന്യൂഡ് മേക്കപ്പ് എന്ന് പറയാം. എല്ലാവരും പറയും എനിക്ക് ന്യൂഡ് മേക്കപ്പ് മതി. അത് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അങ്ങനെ മേക്കപ്പ് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഓൾറെഡി വന്നു. അത് ഇന്ന് എല്ലാവരുടെയും മൈൻഡിൽ ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ന്യൂഡ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്നത് ഒന്നും ഇല്ല. ഇപ്പം ഐ മേക്കപ്പ് ക്യാൻ ബി ന്യൂഡ്, ലിപ്സ്റ്റിക് ക്യാൻ ബി ന്യൂഡ്. ഇതെല്ലാം കൂടെ ന്യൂഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ മേക്കപ്പ്? അപ്പം എല്ലാം നമുക്ക് ഉണ്ടാവണം. പക്ഷെ ഇപ്പം നമ്മൾ മൂവീസ് എടുക്കുക, മൂവീസിൽ മിക്കവാറും ഒരു 80% മേക്കപ്പിലായിരിക്കും. അപ്പം ഒരു വിഷമമുള്ളൊരു ഘട്ടത്തിൽ ഇടേണ്ട മേക്കപ്പ് അത് അങ്ങനത്തതായിരിക്കണം. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് തുടരും കണ്ടപ്പം അതിനകത്ത് ഞാനിപ്പോൾ ഒരു മൂവി കാണാൻ പോകുന്നത്, മൂവി ആസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ മേക്ക് ഓവേഴ്സിനും കോസ്റ്റ്യൂംസും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം ഞാൻ തുടരും കണ്ടിട്ട് സമീര സനീഷിനെ ഞാൻ വിളിച്ചിട്ട്, സമീര റിയലി ലവ്ഡ് കോസ്റ്റ്യൂംസ്. ഇപ്പം ആൾക്കാർ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കും, പക്ഷെ ആ പടത്തിലെ ഓരോ സീനിലും ആ കോസ്റ്റ്യൂം എത്രത്തോളം ആ കളേഴ്സും എല്ലാം നന്നായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സമീരനെ വിളിച്ചു. അപ്പം ഞാൻ അപ്പനും ശ്രദ്ധിക്കുന്ന ശോഭന മാമിൻ്റെ മേക്കപ്പ്സ് ഈസ് ദെയർ. അപ്പം അവർ ഓരോ സിറ്റുവേഷനിലും അവരുടെ ലുക്കിനനുസരിച്ച് അവർ മാറുന്നുണ്ട്. അപ്പം പൊതുവിൽ നോക്കുമ്പോൾ അതിന് മേക്കപ്പ് ഇല്ല, പക്ഷേ ഈസ് ദെയർ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ന്യൂഡ് ആയിട്ടും ചെയ്യണം, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ന്യൂഡ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ആയിരിക്കണം. അത് ഏത് കണ്ണിലാണോ, മൂക്കിലാണോ, പിരികത്തിലാണോ, ഏതിലാണോ വേണ്ടത്. ചില സമയത്ത് ബ്ലഷസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്നത്, അല്ലാതെ ബേസ് ഇടാത്തതല്ല. ഇപ്പം എനിക്കറിയാം ചില മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ ന്യൂഡ് മേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയും. അപ്പം ആക്ച്വലി അതേ മേക്കപ്പ് ആർട്ടിസ്റ്റ് അടുത്ത് ചില ബ്രൈഡ്സ് എനിക്കൊന്ന് ഗ്ലിറ്ററിങ് ഒക്കെ ഇടണോ അല്ലെങ്കിൽ കണ്ണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യോ ഞാനതൊന്നും ചെയ്തില്ല, ഞാൻ ന്യൂഡ് മേക്കപ്പ്. നോ, നമ്മൾ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറയുന്നത് വി ഷുഡ് ബി എ റിമോട്ട്. അത് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്തിരിക്കണം, നമുക്കത് അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് സ്കിൻ ആയിരുന്നാലും കൊറിയൻ സ്കിൻ ടോൺ ആയിരുന്നാലും ന്യൂഡ് മേക്കപ്പ് ആയിരുന്നാലും എന്ത് പറഞ്ഞാലും നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ഏത് ചെയ്യണമെന്ന്. ഇപ്പം ഞാനടക്കമുള്ള എല്ലാ പെൺകുട്ടികളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എങ്ങനെയാണ് സാധാരണ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? എന്തൊക്കെ പ്രോഡക്ട്സുകൾ അതിന് യൂസ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ നല്ലൊരു പ്രൈമർ ഉണ്ടായിരിക്കണം. നമ്മളുടെ ബേസ് ഇടുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു വീട് പണിയുമ്പം വീട്ടിൻ്റെ ഇൻറ്റീരിയറിനെ
ആണ് നമ്മൾ പുറത്ത് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ആ അടിസ്ഥാനം കറക്റ്റ് ആയിരിക്കണം. അപ്പം ആ അടിസ്ഥാനം പോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രൈമർ. അപ്പം ഈ പ്രൈമർ സ്കിന്നിനെ നമ്മൾ സോഫ്റ്റ് ആക്കി സ്മൂത്ത് ആക്കി കെയർ ചെയ്യുന്ന പ്രൈമേഴ്സ് എപ്പോഴും നല്ലതായിരിക്കും. പ്രൈമേഴ്സിൽ തന്നെ പലതരമുണ്ട്. ഇപ്പം കൂടുതലും വെയിലത്ത് സ്കൂട്ടറിലൊക്കെ പോകുന്ന ഒരു ആൾ മേക്കപ്പ് ചെയ്തിട്ട് സ്കൂട്ടറിൽ പോകുമ്പോൾ സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി എന്ന് പറയും. പക്ഷെ ചില സമയത്തിന് മേക്കപ്പ് ചെയ്യണം. അപ്പം ആ ഒരു സമയത്തിന് നമ്മൾ അതിന് വേണ്ട, ഇപ്പം ഞാൻ പോകുന്ന ജോലി, ഇപ്പം ഇഫ് യു ആർ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുന്ന ഒരു റിപ്പോർട്ടറാണ്, ഈ രണ്ടിനും രണ്ട് പ്രൈമേഴ്സ് എടുക്കണം. ഇൻ ഹൗസ് റിപ്പോർട്ടറും ഔട്ട്സൈഡ് റിപ്പോർട്ടറിനും രണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന മേക്കപ്പ്. അപ്പം ആ ബോധ്യം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് വാരിക്കുറ്റി വാങ്ങണ്ട. ഞാൻ ചെയ്യുന്ന ജോബ് സൺസ്ക്രീൻ ഇടുന്നത് പോലെ തന്നെയാണ്. അപ്പം പ്രൈമേഴ്സ്, ചിലർക്ക് സ്കിൻ ടോൺ മനസ്സിലാക്കണം. നമ്മുടെ എന്താ നമ്മുടെ സ്കിൻ ടൈപ്പ്, ടോണിനെയും ടൈപ്പും രണ്ടും ഉണ്ടല്ലേ. സ്കിൻ ടോൺ എന്ന് പറയുന്ന കളർ ഷെയ്ഡ്സും സ്കിൻ ടൈപ്പ് എന്ന് പറയുന്ന ഏത് സ്കിന്നാണത്, ഓയിലി ആണോ ഡ്രൈ സ്കിൻ ആണോ കോമ്പിനേഷൻ ആണോ, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ വാങ്ങണ്ട, നമുക്കുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കി നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം നല്ലൊരു പ്രൈമർ ഉണ്ടാവണം, നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാവണം നമ്മുടെ മേക്കപ്പ് കിറ്റിൽ. ഇപ്പം കൺസീലറൊക്കെ വാങ്ങുന്നവർക്ക് വാങ്ങാം, പക്ഷേ ഫൗണ്ടേഷൻ മാത്രം മതി. പിന്നെ ഒരു ബ്ലഷ്, ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ഐലൈനർ, ഇത്രയും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു കുട്ടിക്ക് ജോലിക്ക് പോവാം. ഇതാണ് ഉണ്ടല്ലോ അല്ലേ കയ്യിൽ? ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, എന്തൊക്കെയാ നോർമലി ഇടുന്നത്? ഞാൻ ഒന്ന് പറയാം, അതിനകത്ത് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഗൈഡ് ചെയ്യാൻ പറ്റും? ഞാൻ മേക്കപ്പ് അധികം യൂസ് ചെയ്യാത്ത ആളാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ലിപ്സ്റ്റിക് ഇടും, കണ്ണെഴുതും, അത്രേ ഉള്ളൂ. സാധാരണ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുപോലെ മോയ്സ്ചറൈസർ ഇടും, അതിന് മേളില് അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും മതി. ഇപ്പൊ ഇനി പറയുമ്പോ ഈ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഐഷാഡോ ചെയ്യാം. ലിപ്സ്റ്റിക് എടുത്തിട്ട് കുറച്ച് കണ്ണിൽ മേളിലോട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൺമഷി വരച്ച് കഴിയുമ്പം നല്ലതായി. അതേ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് മുഖത്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ബ്ലഷുമായി. അപ്പൊ ഇനി മേക്കപ്പ് ചെയ്യുന്ന സമയത്തിന് ആ ലിപ്സ്റ്റിക്കും ഐലൈനറും ഫൗണ്ടേഷനും കൊണ്ട് മാത്രം എല്ലാം അടിപൊളിയാക്കാം കേട്ടോ. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരുപാട് സെലിബ്രിറ്റികളെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒരിക്കലും ഏറ്റവും അടിപൊളിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരു ആളാരായിരിക്കും? എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും എല്ലാവരും എനിക്ക് ഓരോ കാലഘട്ടം എനിക്ക് ഓരോരുത്തര് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ യാത്രയാണത്. ഒരു സെലിബ്രിറ്റി നമ്മുടെ വിശ്വസിച്ച് തരുന്നതും ഒരു ബ്രൈഡ്സ് വിശ്വസിച്ച് തരുന്നതും ഒരു സമയവുമാണ് നമ്മുടെ. അപ്പം എനിക്ക് ആദ്യമായിട്ട് എന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്തത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഞ്ചരത്നങ്ങൾ എന്ന് പറയുന്ന ഒരു ഫാമിലിയുടേതാണ്. അപ്പം അന്ന് അവരെന്നെ ട്രസ്റ്റ് ചെയ്തത് 4 പെൺകുട്ടികളെയും ഞാൻ ഒരുപോലെ ഒരേ സമയത്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ സമയം വാസ് ടു ഇമ്പോർട്ടൻറ്റ്. 4 പെൺകുട്ടികളെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസം അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. 3 പേരെ കല്യാണം ആണെങ്കിലും അന്ന് 4 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കായിരുന്നു കേട്ടോ. അമ്മയും എനിക്കെന്നാ ആ അമ്മേനെ അത്രയ്ക്ക് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. കല്യാണം നടക്കുന്ന സമയം, കല്യാണം കഴിഞ്ഞപ്പം അമ്മ ഇത്രയും വലിയ ആളാണോ എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുർഗയുടെ വെഡിങ് വന്നു. അപ്പം ദുർഗയുടെ വെഡിങ്ങിനെ കുറിച്ച് റീസെൻ്റ്ലി ഒരു ജ്വല്ലറി ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കാണ്. ഞങ്ങൾ വലിയൊരു ജ്വല്ലറിയുടെ ഓണറാണ്. അപ്പം ഞങ്ങൾ ദുർഗയുടെ കല്യാണത്തിന് ബിഫോർ ദുർഗ വെഡിങ്ങും ആഫ്റ്റർ ദുർഗ വെഡിങ് എന്നും പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പം ഞാൻ ഇത്രയും വലിയൊരാളിങ്ങനെ ദുർഗയുടെ വെഡിങ്, ദുർഗ അങ്ങനെ ദുർഗയുടെ വെഡിങ്ങിന് അങ്ങനെ ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ദുർഗയുടെ ജ്വല്ലറി സെലക്ഷൻസ് അന്ന് വരെ എല്ലാ ജ്വല്ലറിയും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടും. കേരള ജ്വല്ലറി ഉണ്ട്, ആൻറ്റിക് ഉണ്ട്, ചെട്ടിനാടുണ്ട്, നഗാസ്. ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് അങ്ങ് പെൺകുട്ടികളിടും, ഓരോന്ന് വാങ്ങിച്ചിടും. പക്ഷേ ദുർഗയുടെ വെഡിങ്ങിൽ ഞാനായിരുന്നു അന്ന് ഫുള്ള് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തത് ജ്വല്ലറി. അപ്പോൾ ജ്വല്ലറി ഫുൾ ടെമ്പിളാണ്. അപ്പം അതിനു മുമ്പ് എല്ലാവരും അങ്ങനെ ഇത്രയും ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നോട്ടീസ്ഡ് ആയിട്ടില്ല ഒരു സെലിബ്രിറ്റിയിലോട്ട്. അപ്പോൾ ദുർഗയുടെ കല്യാണത്തിനാണ് അങ്ങനെ വന്നത്. അപ്പം അതുകൊണ്ട് ജ്വല്ലറിക്കാർക്കൊക്കെ പിന്നെ വരുന്ന എല്ലാ കുട്ടികളും
ഓരോ ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് എടുത്തു. അപ്പം എനിക്കതൊരു ഞാനും അതിലൊരു മൂവ്മെന്റിന് ഒരു കാരണക്കാരനായി, ആൾക്കാരുടെ സ്റ്റൈലിംഗ് പാർട്ടിന്. അപ്പം അത് വന്നു. അതിനുശേഷം കുറേ പേര് വന്ന് പിന്നെ കാർത്തിക നായരുടെ വെഡിങ്, അതെനിക്ക് നല്ലൊരു പേര്. സൗത്ത് ഇന്ത്യ ഫുൾ എനിക്ക് തന്നൊരു വെഡിങ് ആയിരുന്നു കാർത്തിക നായരുടെ വെഡിങ്. ഭയങ്കര ടോൾ ഗേൾ ആണ്, നല്ല സ്ലിം ആണ്, ഭയങ്കര നല്ല സ്വഭാവമാണ് കേട്ടോ. ഭയങ്കര അവരൊരു വലിയ ഒരു ആർട്ടിസ്റ്റിന്റെ മോളാണെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ സാധാരണ ഒരു പെൺകുട്ടികളുടെ ഉള്ളാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ആയിട്ട് കാർത്തികയുടെ വേണ്ടി. പക്ഷെ അന്ന് എനിക്കൊന്ന് തമിഴിലെ ഒട്ടുമിക്ക ചാനൽസും എൻ്റെ ഇന്റർവ്യൂസ് ആയിരുന്നു. ഞാനാണെങ്കിൽ അറിയാത്ത തമിഴിലൊക്കെ ഭയങ്കര കേട്ടിട്ടുണ്ട്. അപ്പം കാർത്തിക വെഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതിനിടയിൽ മൃദുല ഉണ്ടായിരുന്നു, സുരഭി ഉണ്ടായിരുന്നു, കുറേ പേരുടെ വെഡിങ്സ് ചെയ്തു. ദെൻ ഹരിത, പിന്നെ ഓഫ് കോഴ്സ് ചക്കി. അപ്പം ചക്കിയുടെ വെഡിങ്ങും ഒത്തിരി പേര് എനിക്ക് നമ്മൾ ഈ താരപുത്രികളുടെയൊക്കെ വെഡിങ്സ്, പുത്രന്മാരുടെ വെഡിങ്സ് ആൾക്കാർ കുറേയും കൂടി അവർക്ക് ഭയങ്കര, നമ്മുടെ മലയാളികൾക്ക് കുറേയും കൂടി അറ്റാച്ച്ഡ് ആണ്. ഇപ്പം ജയറാമേട്ടൻ്റെ ഇത്രയും വർഷത്തെ, പാർവതി ചേച്ചിയുടെ ഇത്രയും വർഷത്തെ ഒരു പേരും പ്രശസ്തിയും അവരുടെ അടുത്തുള്ള ഇഷ്ടവും ഒക്കെ അവരുടെ മക്കളുടെ അടുത്തുണ്ടാവും. അപ്പം ആ മക്കളുടെ കല്യാണം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ, ഇപ്പം സുരേഷ് ഗോപി സാറിൻ്റെ ആയാലും മോളുടെ ഒരു ലുക്ക് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ആൾക്കാർ കൂടുതൽ ബിക്കോസ് ഇന്ന ആളുടെ അത് ചെയ്തു. അപ്പം അവരുടെ സ്നേഹിക്കുന്നതിന് ഒരു പങ്ക് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പുണ്യം തന്നെയാണ്. കുറച്ച് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പം ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, സക്സസ്ഫുള്ളാണ്. വൈഫുണ്ട്, കുഞ്ഞു മോളുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. വീട്ടിലെ വിശേഷങ്ങളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സന്തോഷമാണ് എല്ലാത്തിനും. കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന മണ്ണ് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, ആ മണ്ണിനോട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു കുടുംബമുണ്ട്, മകളുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളാണ്. ഇപ്പം ഞാൻ ഒത്തിരി പെൺകുട്ടികളെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയാം, എനിക്ക് മോളെ ഒരു ബ്രദറിനെ പോലെ, ഒരു അച്ഛനെ പോലെയൊക്കെയാണ്. പക്ഷെ അച്ഛനാകുമ്പോഴാണ് എന്താണ് അച്ഛൻ എന്ന് ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് എന്നെ ഇപ്പം എൻ്റെ മോള് പഠിപ്പിച്ചു. എന്നിട്ട് ഫാമിലി ആയിരുന്നാലും എങ്ങനെ ഒരു ഫാമിലി ആയിക്കൂടാ എന്ന് എനിക്ക് മുമ്പ് അറിയായിരുന്നു. ഇപ്പം എങ്ങനെ ഒരു ഫാമിലി ആകണം എന്നും എനിക്കറിയാം. അപ്പം അതും എന്നെ ലൈഫ് പഠിപ്പിച്ചു. അപ്പം എല്ലാം കൊണ്ടും സന്തോഷം തന്നെയാണ്. കുടുംബം, മറ്റുള്ളവർ തരുന്ന സ്നേഹം. എനിക്ക് ഏറ്റവും കൂടുതലും എവിടെ പോയാലും ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹം തരുന്നുണ്ട്. അപ്പം അത് നേരത്തെ ചോദിച്ചാൽ പലരും ഇപ്പം എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നത് മോക്ക് സുഖമാണ്, നാരായണിക്ക് സുഖമാണ്. ഞാൻ എല്ലാവർക്കും മോളെ അറിയാം. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് അവൾക്ക് സുഖമാണ്. അപ്പം അതും നമുക്കൊരു സന്തോഷം, ഭാഗ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ അതേ കണക്ക് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറ്റിയതും ഭയങ്കര സന്തോഷം തന്നെ. ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.